സ്റ്റേഷനിൽ ചെന്ന് ജാനകിയെ കണ്ട് പവിത്ര സംസാരിച്ചു. അമ്മേ, മരിച്ചാലും ഞാൻ അമ്മയുടെ പാത തിരഞ്ഞെടുക്കില്ല. പകരം എനിക്കൊരു ജോലി കിട്ടിയിട്ടുണ്ട്. ഞാൻ അവിടേക്ക് പോവുകയാണ്. ഞാൻ കുറച്ച് കാശുണ്ടാക്കി തിരിച്ചു വന്നാൽ അമ്മ ഇവിടെ നിന്നും രക്ഷിക്കാം. ഇപ്പം ഇവിടെ കഴിയുന്നത് തന്നെയാണ് നല്ലത്. അയാൾ മരിച്ചില്ലെന്നാണ് കേൾക്കുന്നത്. ഇപ്പം അമ്മ സുരക്ഷിതമായി ജീവിക്കാൻ കഴിയില്ല. ഒരു കുഴപ്പമില്ലാതെ അയാൾ പുറത്തു വന്നാൽ ഇതിനൊക്കെ പ്രതികാരം ചെയ്യും. അമ്മ ഇപ്പോൾ ഏറ്റവും സുരക്ഷിത ഇവിടെ തന്നെ ആയിരിക്കും. അവർ പറഞ്ഞതെല്ലാം കേൾക്കുക മാത്രമേ ചെയ്തുള്ളൂ. അവരൊരു വിഷാദ രോഗാവസ്ഥയിലാണോന്ന് പോലും ആനന്ദിന് തോന്നി. അവിടെ നിന്നും തിരിച്ചിറങ്ങിയപ്പോൾ ആനന്ദ് പവിത്രയോട് ചോദിച്ചു, ഈ തീരുമാനം തെറ്റാണെന്ന് മാത്രമേ ഞാൻ പറയുകയുള്ളൂ. അവിടെ നിൽക്കുന്നതാണ് തനിക്ക് ബുദ്ധിമുട്ടെങ്കിൽ നമുക്ക് കോളേജ് ഹോസ്റ്റലിലേക്ക് മാറാനുള്ള ഏർപ്പാട് ചെയ്യാം. തൽക്കാലം ഞാൻ തന്നെ പൈസ കൊടുത്തോളാം. പിന്നെ ഒരു ജോലിയാണ് തനിക്ക് ആവശ്യമെങ്കിൽ പാർട്ട് ടൈമായി എന്തെങ്കിലും ജോലി ഇവിടെ തന്നെ നമുക്ക് കണ്ടുപിടിക്കാം. അതൊന്നും ശരിയാവില്ല സാർ. ഈ നാട്ടിൽ ഞാൻ എവിടെ ജോലി ചെയ്താലും എനിക്കൊരു ലേബൽ മാത്രമേ ഉണ്ടാവുകയുള്ളൂ, അഭിസാരികയുടെ മകൾ. അതുകൊണ്ട് തന്നെ എല്ലാവരുടെയും അശ്ലീല നോട്ടങ്ങൾ നേരിടേണ്ടി വരും. അതിലും നല്ലത് എന്നെ അറിയാത്ത മറ്റൊരു നാട്ടിലേക്ക് പോകുന്നതാണ്. അവിടെ എനിക്ക് എവിടെ വേണമെങ്കിലും ജോലി കിട്ടും, മാന്യമായി കഴിയാം. അവളെല്ലാം തീരുമാനിച്ചുറപ്പിച്ച് കഴിഞ്ഞിരുന്നുവെന്ന് ആനന്ദിന് മനസ്സിലായി. മേഘ പവിത്രയുടെ മുറി മുഴുവൻ നോക്കുകയായിരുന്നു. അവളുടെ പുസ്തകങ്ങളും ഡ്രസ്സും എല്ലാം അവൾ നോക്കി. അവളുടെ യാത്രയെ സംബന്ധിക്കുന്ന എന്തെങ്കിലും ഒന്ന് കിട്ടുമോ എന്ന് അറിയാനായിരുന്നു. അപ്പോഴാണ് ആരും കാണാതെ പവിത്ര സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന മെഡിക്കൽ റിപ്പോർട്ട് അവൾ കണ്ടത്. ഒപ്പം രോഹിണിയുടെ ഒരു കാർഡും. അപ്പോൾ തന്നെ അവൾക്ക് മനസ്സിലായി അവൾ രോഹിണിയോടൊപ്പമാണ് പോകുന്നതെന്ന്. താൻ എന്തു പറഞ്ഞാലും പവിത്ര അനുസരിക്കില്ല. തങ്ങൾക്ക് ബുദ്ധിമുട്ടാകാതിരിക്കാനാണ് അവൾ പോകുന്നത്. മേഘയ്ക്ക് അതറിയാമായിരുന്നു. അതിനാൽ പവിത്ര വന്നതിന് ശേഷം മേഘ ഒന്നും ചോദിച്ചില്ല. അവൾ കുളിക്കാൻ കയറിയപ്പോൾ മേഘ നേരെ സ്കൂട്ടിയെടുത്ത് ആനന്ദിന്റെ വീട്ടിലേക്ക് പുറപ്പെട്ടു. കുറേ നേരം ഡോറിൽ കൊട്ടിയതിനു ശേഷമാണ് ആനന്ദ് വാതിൽ തുറന്നത്. മുൻപിൽ നിൽക്കുന്ന മേഘയെ കണ്ടതും ആനന്ദ് അത്ഭുതപ്പെട്ടു. എന്താ മേഘ? ഞാൻ സാറിനോട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം പറയാൻ വേണ്ടി വന്നതാ. എന്താ, പറഞ്ഞോളൂ. ആനന്ദ് പറഞ്ഞു. പവിത്ര പോകുന്നത് ജോലിക്കൊന്നുമല്ല. പിന്നെ? ആനന്ദ് ഞെട്ടലോട് ചോദിച്ചു. തനിക്കറിയാവുന്ന രോഹിണിയുടെ കാര്യങ്ങളും പവിത്രയുടെ കയ്യിൽ നിന്ന് ലഭിച്ച ഹോസ്പിറ്റൽ സർട്ടിഫിക്കറ്റിനെ പറ്റിയുമെല്ലാം മേഘ വിശദമായി തന്നെ ആനന്ദിനോട് പറഞ്ഞു. പക്ഷേ അവൾ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയല്ലേ മേഘ. അതുകൊണ്ട് തന്നെ ഒരു ഡെലിവറിയൊക്കെ നിയമപരമായി സംഭവിക്കുമോ? അവർ കാശുള്ളവരാണ്. അതിനുവേണ്ട കള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കാൻ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകില്ല. ഇവിടുന്ന് രക്ഷപ്പെടാമെന്ന് വിചാരിച്ചാണ് അവൾ ഇതിന് സമ്മതിച്ചത്. ആനന്ദിന് വേദന തോന്നി. എനിക്ക് വിശ്വാസപൂർവ്വം അവളുടെ കാര്യം പറയാൻ മറ്റാരുമില്ല. അവളെ സഹായിക്കാനും മറ്റാരും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്ക് വിശ്വാസം സാറിനെ മാത്രമാണ്. സാറിന് കഴിയുമെങ്കിൽ എങ്ങനെയെങ്കിലും അവളെ രക്ഷിക്കണം. അറിഞ്ഞുകൊണ്ട് അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് തള്ളിവിടാൻ എൻ്റെ മനസ്സ് അനുവദിക്കുന്നില്ല. സാറിന് കഴിയുമെങ്കിൽ എന്തെങ്കിലും ചെയ്യണം. അത്രമാത്രം പറഞ്ഞ് മേഘ പോയി. ആ രാത്രി ഉറങ്ങാൻ ആനന്ദിന് കഴിഞ്ഞിരുന്നില്ല. 2 ദിവസങ്ങൾ കൂടി കഴിഞ്ഞ് ഒരു വൈകുന്നേരം പവിത്ര ആനന്ദിനെ കാണാനായി എത്തി. സാർ, നാളെ ഞാൻ പോവുകയാണ്. നാളെ 3 മണിക്കാണ് ഫ്ലൈറ്റ്. രാവിലെ ഞാൻ അമ്പലത്തിൽ വരും. സാർ അവിടേക്ക് വരണം. എനിക്ക് യാത്ര പറയാൻ ഈ നാട്ടിൽ മറ്റാരുമില്ല. അത് പറയാനാണ് ഞാൻ സാറിനെ കാണാൻ വന്നത്. പോകുന്നതിന് മുൻപ് എനിക്ക് സാറിനെ മാത്രമേ കാണാനുള്ളൂ. ഞാൻ എവിടെ പോയാലും ഏത് നാട്ടിൽ ജീവിച്ചാലും എൻ്റെ മരണം വരെ ഞാൻ സാറിനെ മറക്കില്ല. അത്രയ്ക്ക് കടപ്പാടുള്ള മനുഷ്യനാണ് സാർ. ഈശ്വരന്മാരുടെ ഒപ്പമാണ് എൻ്റെ മനസ്സിൽ സാറിനുള്ള സ്ഥാനം. പിന്നെ അവസാനമായി ഞാൻ താമസിച്ച വീടും സാറിനെയൊക്കെ ഒന്ന് കാണാൻ വേണ്ടി ഞാൻ വന്നതാണ്. നാളെ രാവിലെ 10 ആകുമ്പോൾ ഞാൻ അമ്പലത്തിൽ വരും. സാറ് വരണം, വരാതിരിക്കരുത്. സാറിനോട് യാത്ര പറയാതെ പോയാൽ എൻ്റെ മനസ്സിൽ എന്നും അതൊരു സങ്കടമായിട്ട് കിടക്കും. പവിത്ര, താൻ എങ്ങോട്ടാണ് പോകുന്നത്, എന്താണ് തൻ്റെ ലക്ഷ്യം എന്നൊക്കെ ഞാൻ അറിഞ്ഞു. എന്തിനാണ് ഊട്ടി ഇങ്ങനെയൊരു തീരുമാനം എടുക്കുന്നത്? ആനന്ദ് മറുപടി അവളിൽ ഒരു ഞെട്ടൽ ഉണർത്തി. എങ്ങനെ അതൊക്കെ അറിഞ്ഞു? താൻ പോയ ഹോസ്പിറ്റലിൽ എനിക്ക് സുഹൃത്തുക്കളുണ്ട്. ആനന്ദ് വെറുതെ പറഞ്ഞു. താൻ എന്തിനാണ് ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നത്? ഇതല്ലാതെ മറ്റൊരു തീരുമാനം ഇപ്പം എൻ്റെ മുൻപിലില്ല സാർ. അതുമാത്രമല്ല, ഞാൻ കാരണം ആരെങ്കിലും സന്തോഷിക്കുന്നുണ്ടെങ്കിൽ അത് വലിയൊരു കാര്യമല്ലേ. എന്നെക്കൊണ്ട് ഈ ലോകത്തിൽ ആർക്കെങ്കിലും പ്രയോജനം ഉണ്ടാകുമെങ്കിൽ അത് നല്ല കാര്യമല്ലേ. മേഘ പറഞ്ഞതൊക്കെ സത്യമാണെന്ന് ഞെട്ടലോടെ ആനന്ദ് ഓർത്തു. താനപ്പോൾ ആ തീരുമാനം ഉറപ്പിച്ചു കഴിഞ്ഞു അല്ലേ? അതെ സാർ. അവളുടെ ആ മറുപടിക്ക് നല്ല കാഠിന്യമുണ്ടായിരുന്നു.
അവൾ തീരുമാനത്തിൽ നിന്നും മാറില്ലെന്ന് ആനന്ദിന് മനസ്സിലായി. അവൻ ആ രാത്രിയിൽ ഉറങ്ങിയില്ല. വല്ലാത്ത സങ്കടം അവനെ വലയം ചെയ്തു. എങ്ങനെയാണ് കുട്ടി ഞാൻ നിന്നെ രക്ഷിക്കുന്നത്? അവൻ സ്വയം ചോദിച്ചു. ഒരെത്തും പിടിയും കിട്ടിയില്ല. ഓർമ്മകളും ചിന്തകളും മനസ്സിൽ കുമിഞ്ഞുകൂടി. ആ രാത്രി ഉറക്കം അവനെ തഴുകാതെ പോയി. പവിത്രയ്ക്കും അങ്ങനെ തോന്നി. ആ രാവിന് വല്ലാത്ത ദൈർഘ്യം. എങ്ങനെയൊക്കെയോ നേരം വെളുപ്പിച്ചു. ആനന്ദ് കാലത്ത് തന്നെ കുളിച്ച് റെഡിയായി. അവൻ അമ്പലത്തിലേക്ക് പുറപ്പെട്ടു. കുറേ നേരങ്ങൾക്ക് ശേഷം പവിത്രയും മേഘയും വരുന്നത് അവൻ കണ്ടിരുന്നു. കറുത്ത കരയുള്ളൊരു സെറ്റും മുണ്ടുമായിരുന്നു അവളുടെ വേഷം. തലയിൽ തുളസിക്കതിര് വെച്ചിട്ടുണ്ട്. ആദ്യമായി അവളെ കാണുമ്പോഴും അവളുടെ മുടിയിൽ തുളസിക്കതിരുണ്ടായിരുന്നു. ആ തുളസിക്കതിർ കണ്ടാണ് ആദ്യമായി താൻ അവളെ ശ്രദ്ധിച്ചു തുടങ്ങിയത്. കഴിഞ്ഞുപോയ സംഭവങ്ങളെല്ലാം അവൻ്റെ ഓർമ്മയിൽ തെളിഞ്ഞു. രണ്ടുപേരും ആനന്ദിനരികിലേക്ക് വന്നു. സാറ് വന്നു അല്ലേ? എനിക്ക് സന്തോഷമായി, പവിത്ര പറഞ്ഞു. അവൻ വെറുതെ ഒന്ന് ചിരിച്ചു. അവൻ്റെ മുഖത്തെ സങ്കടം മേഘയ്ക്ക് മനസ്സിലായി. 3 പേരും ശ്രീകോവിലിന് മുൻപിൽ പോയി പ്രാർത്ഥിച്ചു. പ്രാർത്ഥനയുടെ ഇടയിലും ആനന്ദ് അവളോട് ചോദിച്ചു, തീരുമാനത്തിൽ ഒരു മാറ്റവുമില്ലേ? തീരുമാനിച്ചു കഴിഞ്ഞു സർ. ഉറപ്പോടെ അവൾ മറുപടി പറഞ്ഞു. എങ്ങനെ താൻ അവളെ അതിൽ നിന്നും രക്ഷിക്കും? അവൻ ഈശ്വരനോട് ചോദിച്ചു. ശ്രീകാന്തിൻ്റെ ആരെങ്കിലും ഇവിടെ ഉണ്ടോ? പൂജിച്ച താലി വാങ്ങാൻ വരിക. അവിടെ നിന്ന് ആരെയോ തിരക്കി തിരുമേനി വിളിച്ചു. ആരും വന്നില്ല. താലി പൂജിക്കാൻ തന്നിട്ട് ആരും വാങ്ങാൻ പോലും വരില്ല. എന്തൊരു കാലമാണ്! തിരുമേനി സ്വയം പറഞ്ഞു. ആരുമില്ലേ? വാഴയിലയിൽ പൂജിച്ച താലിയുമായി മുൻപോട്ട് നീങ്ങി നിന്ന് തിരുമേനി ഒരിക്കൽ കൂടി വിളിച്ചു ചോദിച്ചു. എന്തോ ഒരു ഉൾപ്രേരണയാൽ ആനന്ദ താലി വാങ്ങി. അത് അതിൽ നിന്നും എടുത്തു. പവിത്രയുടെ മുഖത്തേക്ക് നോക്കി. അവള് കണ്ണടച്ച് പ്രാർത്ഥിച്ച് നിൽക്കുന്നു. അവൻ ആ താലി അവളുടെ കഴുത്തിൽ 3 കെട്ടായി കെട്ടി. ഒരു നിമിഷം എന്താണ് സംഭവിക്കുന്നതെന്ന് പവിത്രയ്ക്ക് മനസ്സിലായില്ല. അവൾ മെല്ലെ കണ്ണു തുറന്നു. അപ്പോഴാണ് തനിക്ക് മുൻപിൽ നിന്ന് കഴുത്തിൽ താലി ചാർത്തുന്ന ആനന്ദിനെ അവൾ കണ്ടത്. അവളുടെ കണ്ണുകളിൽ വിവേചിക്കാൻ അറിയാത്തൊരു ഭാവമായിരുന്നു അപ്പോൾ. മേഘ കണ്ണു തുറന്നതും ഈ കാഴ്ച കണ്ടപ്പോൾ അവൾക്ക് സന്തോഷം കൊണ്ട് അവിടെ നിൽക്കാൻ പോലും തോന്നിയില്ല. അവൾ ഏറെ ആഗ്രഹിച്ച ഒന്നായിരുന്നു അപ്പോൾ അവിടെ സംഭവിച്ചത്. സാർ, അറിയാതെ പവിത്ര വിളിച്ചു. എന്നോടൊന്നും തോന്നരുത്. പവിത്രയെ രക്ഷിക്കാൻ എൻ്റെ മുൻപിൽ മറ്റൊരു മാർഗവും കാണുന്നില്ല. ഒന്നും അറിയാത്തൊരു നാട്ടിലേക്ക്, അതും മുംബൈ പോലുള്ളൊരു സിറ്റിയിലേക്ക്, ഈ കോട്ടയം ടൗണിനപ്പുറം ലോകം കണ്ടിട്ടില്ലാത്തൊരു പെണ്ണിനെ ഒറ്റയ്ക്ക് വിടാൻ എൻ്റെ മനസ്സാക്ഷി അനുവദിക്കുന്നില്ല. ആരുടെയോ കൂടെ അറിഞ്ഞുകൊണ്ട് തന്നെ പറഞ്ഞു വിട്ടാൽ ഒരുപക്ഷെ ജീവിതകാലത്ത് ഒരിക്കലും എനിക്ക് സമാധാനം കിട്ടില്ലെന്ന് തോന്നി. അതിലും നല്ലത് ഇതാണെന്ന് തോന്നി. ഈശ്വരന്മാരുടെ മുൻപിൽ വെച്ചാണ് ഈ താലി ഞാൻ നിൻ്റെ കഴുത്തിൽ ചാർത്തിയത്. ഇപ്പോൾ മുതൽ നീ എൻ്റെ പെണ്ണാണ്, എൻ്റെ ഭാര്യയാണ്. എൻ്റെ ഭാര്യ പോകുന്നത് എനിക്കിഷ്ടമല്ല. അതുകൊണ്ട് തന്നെ തീരുമാനത്തിൽ നിന്നും പവിത്ര മാറി ചിന്തിച്ചേ പറ്റൂ. എന്തുകൊണ്ടോ പവിത്രയുടെ മിഴികൾ നിറഞ്ഞൊഴുകാൻ തുടങ്ങി. എന്തിനാണ് അവൾക്ക് എന്ന് അവൾക്ക് തന്നെ അറിയുമായിരുന്നില്ല. സന്തോഷവും വേദനയും അത്ഭുതവും മനസ്സിൽ ഒരുപോലെ വന്ന് കയറുകയായിരുന്നു ആ നിമിഷം. സാറ് പറഞ്ഞത് തന്നെയാണ് അതിൻ്റെ ശരി. എന്താണെങ്കിലും ഇനി ആരുമില്ലെന്ന് പറഞ്ഞ് നീ വിഷമിക്കണ്ടല്ലോ, മേഘ ഉത്സാഹത്തോടെ പറഞ്ഞു. എത്രയും പെട്ടെന്ന് നീ അവരെ വിളിച്ചു പറയണം നീ വരുന്നില്ലെന്ന്. അതിൻ്റെ കാരണം ഇപ്പോൾ പറയണ്ട, താല്പര്യമില്ലെന്ന് മാത്രം പറഞ്ഞാൽ മതി. പിന്നെ നമുക്കിവിടെ നിന്ന് കുറച്ച് മാറി നിൽക്കാം. ആ ശ്രീകാന്തിൻ്റെ ആളുകൾ വല്ലതും വന്നാൽ നമ്മളെന്താ പറയുക എന്ന് പറയാൻ പറ്റില്ല. ചുളുവിൽ ഈ താലി കൈക്കലാക്കിയതിനെ. ചിരിയോടെ മേഘ പറഞ്ഞെങ്കിലും ആനന്ദും പവിത്രയും ആ തമാശ ആസ്വദിക്കാൻ പറ്റിയ അവസ്ഥയിലായിരുന്നില്ല. എങ്കിലും ആനന്ദിൻ്റെ മുഖത്തൊരു ചിരി നിറഞ്ഞു. പവിത്ര വരൂ. അവളുടെ കൈകളിൽ അധികാരപൂർണ്ണമാണ് ആനന്ദ് പിടിച്ചത്. യാന്ത്രികമായി പവിത്ര നടന്നു. സംഭവിക്കുന്നത് എന്താണെന്ന് അപ്പോഴും മനസ്സിലാക്കാൻ പവിത്രയ്ക്ക് കഴിയുന്നുണ്ടായിരുന്നില്ല. താൻ കാണുന്നത് സ്വപ്നമാണോ സത്യമാണോ എന്ന് തിരിച്ചറിയാൻ പറ്റാത്തൊരവസ്ഥയിലായിരുന്നു ആ സമയത്ത് പവിത്ര. രോഹിണി ആൻറ്റിയോട് എന്ത് പറയുമെന്നായിരുന്നു അവളുടെ മനസ്സിലെ ചിന്ത. 3 പേരും കുറച്ചു നേരം കൂടി അവിടെ തന്നെ ചിലവഴിച്ചു. ഇങ്ങനെ നിന്നാൽ എങ്ങനെയാ, നമുക്ക് പോകണ്ടേ? അവസാനം മേഘയാണ് ചോദിച്ചത്. എവിടേക്ക്? അറിയാതെ പവിത്ര ചോദിച്ചു. തൻ്റെ കഴുത്തിൽ താലി കെട്ടാനുള്ള ധൈര്യമുണ്ടെങ്കിൽ തന്നെ കൂടെ കൂട്ടാനുള്ള ധൈര്യവും എനിക്കുണ്ട്. ആനന്ദാണ് മറുപടി പറഞ്ഞത്. അവളൊരു സ്വപ്നാവസ്ഥയിൽ തന്നെയായിരുന്നു. സംഭവിക്കുന്നതൊന്നും മനസ്സിലാക്കാനുള്ള അവസ്ഥ ആയിരുന്നില്ല. പക്ഷേ സാർ, ലീഗലായി മാരീഡ് അല്ലല്ലോ? മേഘ ചോദിച്ചു. 18 വയസ്സ് പൂർത്തിയായാൽ അപ്പം തന്നെ രജിസ്റ്റർ ചെയ്യാം. അതുവരെ പവിത്ര ഹോസ്റ്റലിൽ നിൽക്കട്ടെ. അതുവരെ ആരും ഇതറിയണ്ട. ആനന്ദിൻ്റെ ആ തീരുമാനം തന്നെയാണ് ശരിയെന്ന് മേഘയ്ക്ക് തോന്നി. നമുക്ക് വല്ലതും കഴിച്ചിട്ട് പോവാം. ഏതായാലും നിങ്ങളുടെ വിവാഹം കഴിഞ്ഞതല്ലേ, സദ്യ വേണ്ടേ?
മേഘ പറഞ്ഞു. പവിത്ര അവളെ തറപ്പിച്ചു നോക്കി. വരൂ. ആനന്ദ് രണ്ടുപേരെയും വിളിച്ചു. അവിടെ നിന്നും ഒരു ഓട്ടോയിലാണ് മൂന്നുപേരും യാത്ര ആരംഭിച്ചത്. പവിത്രയുടെ തോളിൽ ഉരുമിയാണ് ആനന്ദ് ഇരുന്നത്. അവൾക്ക് ശരീരത്തിൽ കൂടി ഒരു വൈദ്യുതി മിന്നും പോലെ തോന്നി. ഇടയ്ക്കിടെ അവൾ അവനെ പാളി നോക്കി. ഒരു വെജിറ്റബിൾ ഹോട്ടലിന് മുൻപിലാണ് വണ്ടി നിന്നത്. പായസമടക്കമുള്ള ഒരു സദ്യ തന്നെയായിരുന്നു ആനന്ദ് പറഞ്ഞത്. മൂന്നുപേരും കഴിച്ചുകൊണ്ടിരുന്നു. പക്ഷെ പവിത്രയുടെ മനസ്സ് അവിടെയെങ്ങും ആയിരുന്നില്ല. സന്തോഷമാണോ ദുഃഖമാണോ തനിക്ക് അനുഭവപ്പെടുന്നതെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. പവിത്ര സ്വപ്നം കാണാതെ ഭക്ഷണം കഴിക്കാൻ ആനന്ദ് പറഞ്ഞതും പവിത്ര വേഗത്തിൽ ആഹാരം കഴിച്ചു. കുറച്ച് സമയങ്ങൾക്ക് ശേഷം പവിത്രയുടെ കയ്യിൽ നിന്നും രോഹിണിയുടെ നമ്പർ വാങ്ങി ആനന്ദ് അവരെ വിളിച്ചു. നടന്ന സംഭവങ്ങളെല്ലാം പറഞ്ഞു. അവർ ദേഷ്യം കൊണ്ട് ചുവന്ന അവസ്ഥയിലായിരുന്നു. അവർ പെട്ടെന്ന് തന്നെ ആനന്ദിനോട് കയർത്ത് സംസാരിച്ചു. അവസാന നിമിഷമാണോ നിങ്ങൾ ഇതൊക്കെ പറയുന്നത്? സമ്മതമല്ലായിരുന്നെങ്കിൽ ആദ്യം തന്നെ പറയണമായിരുന്നു. 18 വയസ്സ് പോലും തികയാത്തൊരു പെൺകുട്ടിയെ നിങ്ങൾ കല്യാണം കഴിച്ചു എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ മാത്രം പൊട്ടിയൊന്നുമല്ല ഞാൻ. രോഹിണി കയർത്തു. 18 വയസ്സ് പോലും തികയാത്തൊരു പെൺകുട്ടിയെ ഗർഭധാരണത്തിന് നിർബന്ധിച്ച നിങ്ങളെപ്പറ്റി ഞാൻ കൂടുതൽ എന്തെങ്കിലും പറയണമെന്ന് തോന്നുന്നില്ല. ആ മറുപടി കേട്ടതോടെ രോഹിണി ഒന്നും പറയാതെ ഫോൺ കട്ട് ചെയ്തു. അതവസാനിച്ചു. ഇനി ആ കാര്യം ഓർത്ത് ടെൻഷൻ അടിക്കണ്ട. ഫോൺ കട്ട് ചെയ്ത് ആനന്ദ് മേഘയെ നോക്കി പറഞ്ഞു. നിങ്ങൾ രണ്ടുപേരും തൽക്കാലം മേഘയുടെ വീട്ടിലേക്ക് ചെല്ല്. എന്തൊക്കെയാണ് എടുക്കാനുള്ളതെന്ന് വെച്ചാൽ എടുത്തു വച്ചേക്ക്. ഞാൻ അവിടേക്ക് വന്ന് തന്നെ കൂട്ടിക്കൊണ്ടുപോരാം. ആനന്ദ് പറഞ്ഞതും പവിത്രയുടെ നെഞ്ചിടിപ്പ് ക്രമാതീതമായി ഉയരാൻ തുടങ്ങി. സാർ, ഇവൾക്ക് 2 മാസം കൂടി കഴിഞ്ഞാൽ 18 വയസ്സ് പൂർത്തിയാകുമല്ലോ. അതുവരെ ഇവള് വീട്ടിൽ തന്നെ നിൽക്കുന്നതല്ലേ നല്ലത്. മേഘ പേടിക്കണ്ട. 18 വയസ്സ് പൂർത്തിയാകുന്ന ദിവസം തന്നെ ഞാൻ വിവാഹം രജിസ്റ്റർ ചെയ്യും. ഒരിക്കലും ഞാൻ പറ്റിക്കില്ല. പിന്നെ ഞാൻ കൂടെ കൊണ്ടുപോയാലും എന്നോടൊപ്പം നിർത്താനൊന്നും പോകുന്നില്ല. ഏതെങ്കിലും ഹോസ്റ്റലിൽ. എന്താണെങ്കിലും അവിടെ നിൽക്കണ്ട. താലി കെട്ടിയ പെണ്ണിനെ സംരക്ഷിക്കാനുള്ള ചുമതല എനിക്കുണ്ട്. അനാഥയെപ്പോലെ എവിടെയെങ്കിലും നിൽക്കേണ്ടവളല്ലല്ലോ ഇപ്പോൾ. ഇത് എൻ്റെ ഉത്തരവാദിത്തമാണ്. പവിത്രയുടെ കൺകോണിൽ കൂടി കണ്ണുനീർ ഒലിച്ചിറങ്ങുന്നു. നിങ്ങൾ ഈ ഓട്ടോയ്ക്ക് പൊയ്ക്കോ. എനിക്ക് ചില കാര്യങ്ങൾ കൂടി ചെയ്തു തീർക്കാനുണ്ട്. വൈകുന്നേരത്തോടെ ഞാനിവിടെ എത്തിയേക്കാം. അത്രയും പറഞ്ഞ് രണ്ടുപേരെയും ഓട്ടോയിൽ കയറ്റി വിട്ടു. പോകും മുൻപ് പവിത്രയെ ഒന്ന് നോക്കി. മേഘയുടെ വീടിന് മുന്നിൽ ചെന്ന് ഇറങ്ങുമ്പോൾ അവൾ സ്വപ്നലോകത്ത് തന്നെയായിരുന്നു. പെട്ടെന്ന് മുറിയിൽ ചെന്ന് അവൾ ബെഡിലേക്ക് ചാഞ്ഞു. മേഘ അരികിൽ വന്നിരുന്നു. മേഘ എന്തൊക്കെയോ പറയുന്നുണ്ട്. പക്ഷെ അവൾ ഒന്നും കേൾക്കുന്നില്ല. ആകപ്പാടെ ഒരു മൂടൽ മാത്രമാണ് മനസ്സിൽ. ഒരിക്കലും ഇങ്ങനെയൊരു ദിവസം തൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുമെന്ന് താൻ പ്രതീക്ഷിക്കാത്ത ഒന്നാണ്. അവൾ ഒരിക്കൽ കൂടി തൻ്റെ കഴുത്തിൽ അമർന്നു കിടക്കുന്ന മഞ്ഞച്ചരടിൽ കോർത്ത താലിയിലേക്ക് നോക്കി. ജീവിതത്തിൽ ഒരിക്കൽ പോലും താൻ ഇങ്ങനെയൊരു ആഭരണം സ്വപ്നം കണ്ടിരുന്നില്ല. ഇങ്ങനെ ഒരാൾ വരുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നുമില്ല. തൻ്റെ മുഴുവൻ പ്രതീക്ഷകളും തെറ്റിച്ചുകൊണ്ടാണ് സാർ തൻ്റെ കഴുത്തിൽ താലി ചാർത്തിയത്. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ സാറിന് നിന്നോട് ഇഷ്ടമുണ്ടെന്ന്. അതുകൊണ്ടാണ് നീ പോകുമെന്ന് കരുതിയപ്പോൾ അങ്ങനെ ചെയ്തത്. പവിത്ര മറുപടി ഒന്നും പറഞ്ഞില്ല. നീ എപ്പോഴും പറയാറുണ്ടല്ലോ, പവിത്രയുടെ മാത്രമെന്ന് പറയാനായി ഈ ലോകത്ത് എനിക്ക് ആരുമില്ലെന്ന്. ഇനിയിപ്പോൾ അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ. ഇപ്പോൾ പവിത്രയുടെ മാത്രമാണ് ആനന്ദ് സാർ. മിസ്സിസ് പവിത്ര ആനന്ദ്. മേഘ പറഞ്ഞതും പവിത്ര അവളെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. മേഘ അവളെ ആശ്വസിപ്പിച്ചു. കരയുണ്ടെന്ന് പറഞ്ഞില്ല. ആ നിമിഷം അവൾ ഒരു കണ്ണുനീർ ആഗ്രഹിക്കുന്നുണ്ടെന്ന് മേഘയ്ക്ക് അറിയാമായിരുന്നു. നീ എന്തിനാ കരയുന്നത്? ഇപ്പം സന്തോഷിക്കേണ്ട സമയമാണ്. നീ പറഞ്ഞതുപോലെ എല്ലാം കൊണ്ടും നല്ലവനായ ഒരാളാണ് സാർ. കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ലൊരു ബന്ധമാണിത്. ഒരിക്കലും നിന്നെ അദ്ദേഹം വേദനിപ്പിക്കില്ല. എന്തൊക്കെയാണ് എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല മേഘ. ഒക്കെ നല്ലതിനാവും. അതുമാത്രം വിചാരിച്ചാൽ മതി നീ. വാ, നമുക്കെല്ലാം പാക്ക് ചെയ്യാം. അച്ഛനോടും അമ്മയോടും നീ കോളേജ് ഹോസ്റ്റലിലേക്ക് പോകുന്നു എന്ന് മാത്രം പറഞ്ഞാൽ മതി. മേഘ പറഞ്ഞു. ശരി. പിന്നെ എന്താണെങ്കിലും നീ ചെന്ന ഉടനെ എന്നെ വിളിക്കാൻ മറക്കരുത്. വിവരങ്ങളൊക്കെ വിളിച്ചു പറയണം. പവിത്ര തലയാട്ടി. 2019 അല്ലെങ്കിൽ 2020 ആ ടൈമിലാണ് ഞാൻ ഈ സ്റ്റോറി എഴുതുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ ടൈമുമായിട്ട് നോക്കുമ്പോൾ ഇതിലൊരു ചിലപ്പോൾ ഒരുപാട് പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ഒക്കെ ഉണ്ടാവും കേട്ടോ. ഞാൻ തുടക്കകാലത്ത് എഴുതിയ എൻ്റെ ഒരു 8ാമത്തെ സ്റ്റോറിയോ മറ്റോ ആണിത്. ഇതിന് ശേഷമാണ് ഞാൻ കുറച്ചും കൂടി നമ്മുടെ സ്റ്റോറി ആളുകൾ വായിച്ചു തുടങ്ങിയപ്പോൾ എന്തെങ്കിലും ഒരു മെസ്സേജൊക്കെ ഇതിലേക്ക് കൊടുക്കണം. ഫോഴ്സ്ഫുള്ളി അല്ല പവിത്രയെ കല്യാണം കഴിച്ചിരിക്കുന്നത്, ഫസ്റ്റിലേ പറയാം. പിന്നെ അനുവാദം ഇല്ലാതെയാണ് കഴുത്തിൽ താലി കെട്ടിയത്. ഇപ്പോഴത്തെ കാലത്ത് നമുക്കതൊക്കെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് എനിക്ക് അറിയില്ല. കഥയായി കാണുക. ഇപ്പം ഞാൻ ഈ
സ്റ്റോറി എനിക്ക് ഷോർട്ടേജ് ഉള്ളത് കൊണ്ട് ഇടുന്നതാണ് കേട്ടോ. ഇതിൽ നിന്ന് എന്ത് മെസ്സേജ് നിങ്ങൾക്ക് തരണമെന്നൊന്നും എനിക്കറിയില്ല. ജസ്റ്റ് ഒരു കഥയായിട്ട് കാണുക. എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ, ഞാൻ സ്വീകരിക്കുന്നതാണ്. എനിക്ക് തന്നെ അറിയാം ഇത് ലോജിക്കില്ലാത്തൊരു കാര്യമായിരിക്കും എന്ന്. ആ ഒരു ടൈമിൽ ഞാൻ എഴുതി തുടങ്ങിയ സമയത്ത് എൻ്റെ ചിന്തകളും അത്രമേൽ മൈന്യൂട്ടായിരുന്നു. ഞാൻ പിന്നെയാണ് ഞാൻ കൂടുതൽ ആളുകളിലേക്ക് എൻ്റെ കഥകൾ എത്തിയപ്പോഴാണ് എൻ്റെ കഥയിലൂടെ എന്തെങ്കിലും ഒരു മെസ്സേജ് ആളുകൾക്ക് കൊടുക്കണം എന്നുള്ളൊരു ലെവലിലേക്ക് ഞാൻ വന്നത്. അപ്പോൾ ഇതൊരു ക്ലീഷേ സ്റ്റോറി അങ്ങനെ വിചാരിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഓക്കെ, അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ ആരെങ്കിലും റിലേറ്റീവ്സിനൊക്കെ കഥകൾ ഇഷ്ടമാണെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കൂ. അപ്പോൾ ഓക്കെ.